ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിൻ്റെ മോഡൽ എക്സാം ആണ്. 7ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് മോഡൽ എക്സാം. അപ്പോൾ നമുക്ക് നോക്കാം. ഹാഫ് ഇയർലി എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ആവശ്യത്തിനുള്ളത് മാത്രമേ വായിക്കുള്ളൂ. ദെൻ ആൻസർ കീ ആയിരിക്കും. എവിടെ നിന്നൊക്കെയാണ് ഇതിൽ ചോദ്യങ്ങൾ ചോദിച്ചു നോക്കുക, അത് ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് ആ ഭാഗം പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ. ആക്ടിവിറ്റി 1 വരുന്നത് ദ ഡിസ്റ്റൻസ് ടു ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ഈസ് അബൌട്ട് 6371 കിലോമീറ്റേഴ്സ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ഹ്യൂമൻസ് ടു അണ്ടർസ്റ്റാൻഡ് about the Earth's interior directly. The knowledge about the interior of the Earth is based on scientific studies and conclusions. അപ്പോൾ ഭൂമിയുടെ നടുവിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 6371 കിലോമീറ്റർ ആണെന്നും ഇതുവരെ എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. സയൻറ്റിഫിക് സ്റ്റഡീസും കൺക്ലൂഷൻസും വെച്ചിട്ടാണ് പലതും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എ, ഹൗ കുഡ് ബി കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ദി ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത്? ബി, വിച്ച് ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ക്രസ്റ്റ്? അപ്പോൾ ഭൂമിയുടെ ഇൻറ്റീരിയറിനെ കുറിച്ചും ക്രസ്റ്റിനെ കുറിച്ചും ചോദ്യമുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസ് വായിച്ച് ആൻസർ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ ഭൂമിയുടെ ഘടന ഒന്ന് നോക്കിയിട്ട് പോവുക. മാൻഡിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ. അപ്പോൾ ചിലപ്പോൾ ഇതിൽ ഫില്ലപ്പ് പോലെയോ അല്ലെങ്കിൽ ലേബൽ ചെയ്യാനൊക്കെ ചോദിച്ചു എന്ന് വരാം. സി, വാട്ട് ഇസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത് കോൾഡ്? എർത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗത്തിനെ എന്ത് വിളിക്കുന്നു? രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഓസോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ചോദ്യം എന്താണ്? വാട്ട് ആർ ദ ഹാംഫുൾ ഇഫക്ട്സ് ഓഫ് അൾട്രാവയലറ്റ് റേസ് ഓൺ എർത്ത്? അപ്പോൾ അൾട്രാവയലറ്റ് റേസ് ഭൂമിയിലേക്ക് വരുമ്പോഴുള്ള ദോഷകരമായ ഇഫക്റ്റുകൾ എന്തൊക്കെയാണ്? ബി, വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ഓസോൺ ഡേ എന്നാണ്. എല്ലാം ഇതിൽ തന്നിട്ടുണ്ട്. അതാ കണ്ടല്ലോ, ആൻസർ ഞാൻ തന്നെ ഇതിൽ കാണിച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം കിട്ടും. ഈ ഒരു പാരഗ്രാഫിൽ അതിന് ആൻസർ ഉണ്ട് കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 3 വരുന്നത് സബ് കോണ്ടിനെന്റ്സ് ആർ ലാർജ് കോണ്ടിനെന്റൽ ഏരിയാസ് വിത്ത് ദ സെയിം വെറൈറ്റി ഓഫ് ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ക്ലൈമറ്റ് ആസ് കോണ്ടിനെന്റ്സ്. എ ക്വസ്റ്റ്യൻ വരുന്നത് ഹൗ ക്യാൻ വി ക്ലാസിഫൈ ദ ടോപ്പോഗ്രഫി ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്? ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ടോപ്പോഗ്രഫി എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്നും. ബി, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്? അപ്പോൾ ജോഗ്രഫി എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. അടുത്തത് ആക്ടിവിറ്റി 4 ആണ്. ഗ്രീൻ റവല്യൂഷനെ കുറിച്ചിട്ടുള്ളതാണ് ആ പാരഗ്രാഫ്. ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം കേട്ടോ, അത് വായിക്കുക. എ ക്വസ്റ്റ്യൻ വരുന്നത് ലിസ്റ്റ് എനി 2 അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ. ഹരിത വിപ്ലവം, ഗ്രീൻ റവല്യൂഷൻ്റെ 2 ഗുണങ്ങളും ദോഷങ്ങളും എഴുതുക. ബി വരുന്നത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആർ ഇംപ്ലിമെന്റിംഗ് മെനി പോവേർട്ടി അലിവേഷൻ സ്കീംസ് ടു ഇറാഡിക്കേറ്റ് ദ പ്രിവൈലിംഗ് പോവേർട്ടി ഇൻ അവർ കൺട്രി. റൈറ്റ് ദ നെയിംസ് ഓഫ് 2 such projects ആൻഡ് their objectives. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റേറ്റിലെ നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ ഓരോ സ്റ്റേറ്റ് ലെവലിലാണെങ്കിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സ്കീമുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. അതിൻ്റെ സ്കീമും പ്രൊജക്റ്റുമായിട്ടും സ്കീമായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2 പേരുകളും അതിൻ്റെ ഒബ്ജക്റ്റീവ്സും എഴുതുക. അടുത്തത് ഹൂസ് നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ്റെ ഫാദർ ആരാണ്? അദ്ദേഹത്തിൻ്റെ പേരും എഴുതുക. അടുത്തത് 5ാമത്തെ ആക്ടിവിറ്റി വരുന്നത് നമ്മൾ എപ്പോഴും പഠിച്ചിട്ട് പോകണമെന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അഗ്രികൾച്ചറൽ സീസൺസ് ആയ ഖാരിഫ്, റാബി, ഇതും കൂടി ഞാൻ പറയാം, സൈദാണ് കേട്ടോ. ഖാരിഫ്, റാബി, സൈദ് സീസൺസും ഏത് മാസത്തിലാണ് കൃഷി ഇറക്കുക, എന്തൊക്കെ ക്രോപ്പുകളാണ് എന്നുള്ളത് എഴുതാം. ഈ ബോക്സ് മസ്റ്റ് സ്റ്റഡിയാണ്. എന്തായാലും ചോദ്യം ഇതിൽ നിന്ന് ഒരെണ്ണം ഉണ്ടായിരിക്കും. ബി, മാർക്ക് ദ സ്റ്റേറ്റ്സ് ദാറ്റ് കൾട്ടിവേറ്റ് വീറ്റ് ഇൻ ദ മാപ്പ് ഗിവൺ ബിലോ. അപ്പോൾ വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഒരു മാപ്പ് തന്നിട്ടുണ്ടാവും ഇന്ത്യയുടെ. ഇത് ഞാൻ പറയുന്നില്ല. വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് നിങ്ങൾ എഴുതണം. ഇത് മാത്രം ഞാൻ അതിൽ സ്കിപ്പ് ചെയ്യാണ്. ഒരു മാപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും എന്തായാലും. മാപ്പ് ഏത് ചോദിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണോ പഠിക്കാനുള്ളത് നോക്കിയിട്ട് പോവുക കേട്ടോ. ഇനി ആക്ടിവിറ്റി 6 വരുന്നത് ഗാന്ധിജി ബിലീവ്ഡ് ദാറ്റ് ദ സോൾ ഓഫ് ഇന്ത്യ റിസൈഡ്സ് ഇൻ ദ വില്ലേജസ്. ഗാന്ധിജി വിശ്വസിച്ചത് ഇന്ത്യയുടെ ആത്മാവ് എവിടെയാണ്? ഗ്രാമങ്ങളിലാണെന്ന് അദ്ദേഹം പറഞ്ഞു അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ ലിസ്റ്റ്? ഗാന്ധിജീസ് വ്യൂസ് ഓൺ വില്ലേജ് ഡെവലപ്മെന്റ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡീസെൻട്രലൈസേഷൻ? അക്കോർഡിംഗ് ടു ദ റെക്കമെൻഡേഷൻസ് ഓഫ് ബൽവന്താരി മേത്ത കമ്മിറ്റി വിച്ച് സ്റ്റേറ്റ് എക്സ്റ്റാബ്ലിഷ് പഞ്ചായത്ത് രാജ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് ആദ്യമായിട്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? ഇത്രയുമാണ് ചോദ്യം വരുന്നത്. ഇനി 7ാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്
മാപ്സിനെ കുറിച്ചിട്ടുള്ള ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്: സം ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബ്സ് ആൻഡ് മാപ്സ് ആർ ഗിവൺ ബിലോ. ക്ലാസിഫൈ ആൻഡ് ലിസ്റ്റ് ദം ആസ് ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് മാപ്സ്. അപ്പോൾ ഗ്ലോബ് എന്നൊരു ബോക്സ് ആക്കി ഗ്ലോബിൻ്റെ ഫീച്ചേഴ്സും മാപ്പ് എന്നൊരു ബോക്സ് ആക്കി മാപ്പിൻ്റെ ഫീച്ചേഴ്സും എഴുതാനാണ് കേട്ടോ ചോദ്യം. അപ്പോൾ ഗ്ലോബ് എന്നും മാപ്പ് എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അടുത്തത്: ഇൻ വിച്ച് പീരീഡ് വാസ് ദ ഓൾഡസ്റ്റ് നോൺ മാപ്പ് മെയ്ഡ്. ഏറ്റവും പഴക്കം ചെന്ന മാപ്പ് ഉണ്ടാക്കിയത് ഏത് പീരീഡിലാണെന്ന് എഴുതുക. അടുത്തത് 8ാമത്തെ ആക്ടിവിറ്റി വരുന്നത് ഫുഡ് സെക്യൂരിറ്റീനെ കുറിച്ചിട്ടാണ്. ഭക്ഷ്യസുരക്ഷ അതിനെ കുറിച്ചിട്ടുള്ള പാരഗ്രാഫാണ്, അത് വായിക്കുക. ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ എ വരുന്നത് വൈ കാണ്ട് വി എൻഷുർ ഫുഡ് സെക്യൂരിറ്റി. ബി വരുന്നത് വിച്ച് ആർ ദ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ് ഗ്രെയിൻസ് അറ്റ് സബ്സിഡൈസ്ഡ് റേറ്റ്സ്. അപ്പോൾ ഏതൊക്കെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നാണ് നമുക്ക് സബ്സിഡിയോട് കൂടിയിട്ട് ഭക്ഷണ സാധനങ്ങൾ കിട്ടുന്നത്. നമുക്കിവിടെ സിവിൽ സപ്ലൈസും നീതി സ്റ്റോറും കൊടുത്തിട്ടുണ്ട്, ബാക്കി നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്, ബിക്കോസ് നമ്മുടെ ക്ലാസ് ഒരുപാട് ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് പൗസ് ചെയ്ത് കാണാൻ ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ് ആൻസർ കീ ആണ് 1A. ബൈ എക്സാമിനിങ് ഭൂമിയുടെ ഇൻറ്റീരിയറിനെ കുറിച്ചിട്ടുള്ള ഐഡിയാസ് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടുക? ബൈ എക്സാമിനിങ് മെറ്റീരിയൽസ് ദാറ്റ് റീച്ച് ദ എർത്ത് സർഫസ് ത്രൂ വോൾക്കാനിക് ഇറപ്ഷൻ. അഗ്നിപർവ്വതങ്ങൾ പൊട്ടിയിട്ട് ഭൂമിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരുപാട് മെറ്റീരിയൽസ് ഒഴുകും, കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ടി വിയിലൊക്കെ. അപ്പോൾ ആ ഒഴുകുന്ന സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് അത് പഠിച്ചുകൊണ്ടാണ് ഭൂമിയുടെ ഉള്ളിൽ ഇങ്ങനെയാണ് എന്ന് അതിലെത്തുന്നത്. ദെൻ ഫ്രം ദി ഇൻഫർമേഷൻ കളക്റ്റഡ് ഫ്രം മൈൻസ് ആണ്, അതായത് ഖനികളിൽ നിന്ന് കളക്ട് ചെയ്ത ഇൻഫർമേഷൻ. ബൈ അനലൈസിങ് ദ മോഷൻ ഓഫ് വേവ്സ് ജനറേറ്റഡ് ഡ്യൂറിങ് എർത്തിക്യോക്ക്. ഭൂചലനം ഉണ്ടാകുമ്പോൾ എർത്തിക്യോക്ക് വരുമ്പോൾ വേവ്സ് വരും, അതിൻ്റെ ചലനം വെച്ചിട്ട്. ദെൻ ബിയുടെ ആൻസർ വരുന്നത് എ ആൻഡ് ഡി ആണ്. സി ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ക്രസ്റ്റ് ആണ്. ക്രസ്റ്റ്, മാൻഡിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ എന്നാണ് ഭൂമിയുടെ പാർട്സ് ലേബിൾ ചെയ്യേണ്ടത്. 2Aയുടെ ആൻസർ വരുന്നത് കൊളാപ്സ് ഓഫ് ദ ഫുഡ് ചെയിൻ, ക്രോപ്പ് ഡാമേജ്, സ്റ്റണ്ടിങ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത്, ഏർലി ഏജിങ്, ബ്ലൈൻഡ്നെസ്, കാറ്ററാക്ട്, സ്കിൻ ക്യാൻസർ എല്ലാം അൾട്രാവയലറ്റ് റേസ് കാരണം വരുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ. ഓസോൺ ലെയർ ഡിപ്രഷൻ കാരണമൊക്കെ വരുന്നതാണ്. ഇനി ഓസോൺ ഡേ സെപ്റ്റംബർ 16. 3Aയുടെ ആൻസർ മൗണ്ടെയിൻ റേഞ്ച്, വാസ്റ്റ് പ്ലേസ്, ഡെസേർട്ട് റീജിയൻസ്, പ്ലാറ്റ്യൂസ്, കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ്. 3Bയുടെ ആൻസർ ദ ലാറ്റിറ്റ്യൂഡ്, ദ ആൾട്ടിറ്റ്യൂഡ്, ഫിസിയോഗ്രഫി, പ്രോക്സിമിറ്റി ടു ഓഷ്യൻ വിൻഡ്. 4Aയുടെ ആൻസർ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസുമാണ്. അതായത് ഗ്രീൻ റവല്യൂഷൻ്റെ ബെനിഫിറ്റ്: ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ്, എൻഷുർഡ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്, ദ പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡ്രോപ്ഡ്, ദ ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഹോർഡിംഗ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡിക്ലൈൻ. ലിമിറ്റേഷൻസ് ഇതാണ്: ഡ്യൂ ടു എക്സസീവ് യൂസ് ഓഫ് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഡിക്രീസ്ഡ് ഡ്രാസ്റ്റിക്കലി, എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് റെഡ്യൂസ്ഡ് നാച്ചുറൽ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. നെക്സ്റ്റ് വരുന്നത് ബി. അതിൻ്റെ തന്നെ ബി ക്വസ്റ്റിന് ആൻസർ ആണ് മഹാത്മാഗാന്ധി. നമ്മുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ, പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് ഏതൊക്കെയാണ് ചോദിച്ചാൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, പ്രധാനമന്ത്രി റോസ്ഗർ യോജന, ലൈഫ് സ്പാൻ, അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, PM പോഷൻ, സുഭിക്ഷ കേരളം സ്കീം. ഇത്രയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഗ്രീൻ റവല്യൂഷൻ്റെ ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ Dr. MS സ്വാമിനാഥൻ ആണ്. 5Aയുടെ ആൻസർ നമ്മൾ ഗാരിഫ് റാബി സയ്യിദിൻ്റെ എന്തായാലും പഠിച്ചിട്ട് പോകണം. അതിൽ A ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് പാഡി, കോട്ടൺ, ജൂട്ട്, ജോബർ, ബജ്ര. ബിയുടെ ആൻസർ ഒക്ടോബർ, നവംബർ. സിയുടെ ആൻസർ വീറ്റ്, പൾസസ്, മസ്റ്റാർഡ്. ഡിയുടെ ആൻസർ സയ്യിദാണ്. 5Bയുടെ ആൻസർ ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. ഇത് വീറ്റ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് ആണ് കേട്ടോ. പിന്നെ 6A ആണ്. 6Aയുടെ ആൻസർ വരുന്നത് വില്ലേജസ് ഷുഡ് ബിക്കം ഫുള്ളി സെൽഫ് ഗവേണിംഗ് റിപ്പബ്ലിക്സ്, അറ്റൈൻ സെൽഫ് സഫിഷ്യൻസി ഇൻ കാറ്ററിംഗ് ടു ദ മേജർ നീഡ്സ് ഓഫ് ദ വില്ലേജ്, മ്യൂച്വൽ അസിസ്റ്റൻസ് വിത്ത് അതേഴ്സ് ഷുഡ് ഓൺലി ഹാപ്പൻ വെൻ ഇറ്റ് ഇസ് അബ്സല്യൂട്ട്ലി നെസസറി, ദ പ്രൈമറി ഫോക്കസ് ഓഫ് വില്ലേജസ് ഷുഡ് ബി ഓൺ ഇൻക്രീസിംഗ് ഫുഡ് പ്രൊഡക്ഷൻ and cotton cultivation for cloth. Villages should have designated areas for livestock. There should be recreational facilities and entertainment for both adults and children. Land should be used exclusively for cultivation and production. 6A ആണ്. 6B ആണ് പറയുന്നത് importance to regional development and needs get prioritized, development of the local economy, marginalized get leadership and administrative experience, common people have more power and participation in the administration. C ആൻസർ വരുന്നത് രാജസ്ഥാൻ ആണ്. 7A ഗ്ലോബും മാപ്പും തമ്മിലുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 7A ഗ്ലോബ് വരുന്നത്
A real model of the earth, spherical representation of the earth, gives a comprehensive visual sense of the earth as it is illustrated completely. Longitudinal lines are illustrated as semicircle and latitudinal lines are illustrated as concentric circle. മാപ്പ് ആണെങ്കിൽ 2-dimensional ഇമേജ് ആണ് എർത്തിൻ്റെ. ഇതിൽ ഹോൾ എർത്തിനെ ഒരു പോർഷൻ ആയിട്ട് ഒരു പ്ലെയിൻ സർഫസിൽ കാണിക്കുന്നു. ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഉണ്ട് സ്ട്രെയിറ്റ് ലൈൻസിൽ. Very useful for collecting information of a specific place and for planning the route for a trip. പിന്നെ BC 2500 കേട്ടോ. 8A വരുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത്, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ അഗ്രികൾച്ചർ, നാച്ചുറൽ ഡിസാസ്റ്റർ, അൺഎംപ്ലോയ്മെന്റ്, ആബ്സെൻസ് ഓഫ് സബ്സിഡീസ്, വാർ. ബി വരുന്നത് നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ്. ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം റേഷൻ കടകൾ വഴി. നന്മ സ്റ്റോർ, മാവേലി സ്റ്റോർ, ഹോർട്ടികോപ്പ്, ഇതൊക്കെ ഗവൺമെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ചത്, ആ പാഠഭാഗം, ആ ചാപ്റ്ററിന്റെ പോർഷൻസ് നന്നായി പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.